സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസവഞ്ചന ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഒറ്റിക്കൊടുക്കുവാൻ ആദ്യം മറ്റൊരാളുടെ വിശ്വാസമോ വിശ്വസ്തതയോ ഉറപ്പാക്കണം. ഒരു ശത്രുവിന് നിങ്ങളെ ആക്രമിക്കുവാൻ കഴിയും. നിങ്ങളോട് മത്സരിക്കുന്നവർ നിങ്ങളെ വഞ്ചിച്ചേക്കാം, നിങ്ങളുടെ നാശത്തിനായി പദ്ധതിയിട്ടേക്കാം. എന്നാൽ വിശ്വാസവഞ്ചന എന്നത് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാൾ ചെയ്യുന്ന ഒരു ഗുരുതരമായ പ്രവൃത്തിയാണ്. വിശ്വാസവഞ്ചന നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്നു. പ്രിയമുള്ളവരെ, തിരുവെഴുത്തുകൾ യൂദായെ ഒറ്റിക്കൊടുക്കുന്നവൻ എന്ന് പരാമർശിക്കുന്നു. അവൻ്റെ ഒറ്റിക്കൊടുക്കൽ ചുംബനമായിരുന്നു. നിത്യജീവൻ്റെ ദാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് യൂദാസിൻ്റെ കഥ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. മതഭക്തനായിരിക്കുകയും എന്നാൽ വഴിതെറ്റുകയും ചെയ്യുന്നതിൻ്റെ അപകടത്തിൻ്റെ ഒരു യഥാർത്ഥ ജീവിതത്തിലെ ഒരു ഉദാഹരണമാണ് യൂദാസ്. യേശുവിനെക്കുറിച്ച് അറിയാവുന്നതും എന്നാൽ അവൻ്റെ ശബ്ദം അറിയുന്ന അവൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി ഒരിക്കലും അവനെ അറിയാതിരുന്നതുമായ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഉദാഹരണമാണ് യൂദാസ്. തെറ്റായ തീരുമാനങ്ങളുടെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഭീകരമായ യാഥാർത്ഥ്യത്തിൽ അവസാനിക്കുന്ന ഒരു ഉപമ പോലെയാണ് യൂദാസിൻ്റെ കഥ. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിൻ എന്ന് അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. റബ്ബി, വന്ദനമെന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. പ്രിയമുള്ളവരെ, ഏകദേശം 3 വർഷത്തോളം യേശുവിനോടൊപ്പം നടന്ന ഒരു മനുഷ്യനായിരുന്നു യൂദാസ്. ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവൻ ഒരിക്കലും അനുവദിച്ചില്ല. യൂദാസ് രക്ഷിക്കപ്പെട്ടോ? പരിശോധിക്കേണ്ട ഒരു ചോദ്യമാണിത്. വ്യക്തിപരമായ നേട്ടത്തിനായി യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള പ്രലോഭനത്തിൽ അകപ്പെട്ട ഒരു യഥാർത്ഥ വിശ്വാസി യൂദാസ് ആയിരിക്കാമെന്ന് ചിലർ കരുതുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ ഒരിക്കലും സ്വീകരിക്കാതെ ഒരു മനുഷ്യൻ്റെ ചിത്രം യൂദാസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വിശുദ്ധ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് യേശു ജീവൻ്റെ അപ്പമാണെന്ന് യൂദാസ് വിശ്വസിച്ചിരുന്നില്ല എന്നതാണ്. വിശ്വസിക്കാത്തവർ നിങ്ങൾ ചിലർ ഉണ്ട്, കാരണം ആരൊക്കെ വിശ്വസിക്കുന്നില്ലെന്നും ആരാണ് തന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്നും യേശു അറിഞ്ഞിരുന്നു. ബഥാന്യയിലെ മറിയ ആരാധനയുടെ ഒരു പ്രവൃത്തിയായി യേശുവിനെ വിലയേറിയ സുഗന്ധതൈലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ സുഗന്ധതൈലം വിറ്റ് ദരിദ്രർക്ക് നൽകുന്നതിനെക്കുറിച്ച് കപടമായ പ്രസ്താവനയിലൂടെ യൂദാസ് അവളെ എതിർക്കുന്നു. യേശുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയും 30 വെള്ളിക്കാശിനു വേണ്ടി രക്ഷകനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്ത യൂദാസ് അവസാനം ചെയ്ത പ്രവൃത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് നാം വായിക്കുന്നു. തിരുവെഴുത്തുകൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചാൽ യൂദാസ് ഒരിക്കലും ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്ന് നമുക്ക് നിഗമനം ചെയ്യാം. മത്തായി എഴുതിയ സുവിശേഷം 7:23 വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞില്ല എന്ന വാക്കുകൾ യൂദാസിന് ബാധകമാകുന്ന പ്രവചന വാക്കുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, യേശുവിനെക്കുറിച്ച് അറിയാമെങ്കിലും നിത്യജീവൻ്റെ ദാനം സ്വീകരിക്കാനുള്ള അവൻ്റെ ആഹ്വാനത്തോട് ഒരിക്കലും പ്രതികരിച്ചിട്ടില്ലാത്ത മറ്റു പലർക്കും അവ ബാധകമാണ്. യൂദാസിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സംഗ്രഹം ഇങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾ വിശ്വസിക്കാൻ അവൻ വിസമ്മതിച്ചു. മറ്റുള്ളവർ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിനെ അവൻ എതിർത്തു. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ പിന്തുണയ്ക്കുന്നതിനായി നൽകിയ പണം അവൻ മോഷ്ടിച്ചു. യേശുവും ശിഷ്യന്മാരുമായും ഉള്ള തൻ്റെ ബന്ധം അവൻ വ്യക്തിപരമായ നേട്ടത്തിനായി ഉപയോഗിക്കുകയും അവരുടെ സുരക്ഷയെ അവഗണിക്കുകയും ചെയ്തു. പ്രിയരെ, ദൈവപുത്രനെ ഒരു ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുത്തുകൊണ്ട് അവൻ യേശുവിനെ പരിഹസിച്ചു. ക്രിസ്തുവിനോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകാതെ തകർന്നവനും അസ്വസ്ഥനുമായൊരു മനുഷ്യനായി അവൻ മരിച്ചു. അവൻ്റെ ജീവിതഫലം ഒരു മുന്നറിയിപ്പാണ്. മതഭക്തിയിൽ നിങ്ങൾക്ക് കർത്താവിനോട് അടുത്തിരിക്കുവാൻ കഴിയും, എന്നാൽ വ്യക്തിബന്ധത്തിൽ വളരെ അകലെയായിരിക്കും. ശ്രദ്ധിക്കുക, സഭയുമായുള്ള കൂട്ടായ്മ മാത്രം രക്ഷയുടെ ഉറപ്പല്ല. 12 പേരിൽ യൂദായെ എണ്ണിയിരുന്നു, എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ അവൻ്റെ പേരുണ്ടായിരുന്നില്ല. ആരാധനാക്രമത്തിൽ പങ്കെടുക്കൽ, സഭാംഗത്വം, ധാർമ്മിക പെരുമാറ്റം, ഉദാരമായ ദാനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷാ പങ്കാളിത്തം, ആത്മീയ നേതൃത്വം എന്നിവ നിങ്ങളെ ദൈവം മുൻപാകെ ശരിയായവരാക്കുന്നില്ല. മതപരമായ പ്രവർത്തനങ്ങളിലൂടെ രക്ഷ ലഭിക്കുന്നില്ല. വിശുദ്ധ യോഹന്നാൻ 14 പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വിശുദ്ധ മത്തായി 7:21 പറയുന്നു,
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആ നാളിൽ പലരും എന്നോട് കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടുപോകുവേൻ എന്ന് പ്രഖ്യാപിക്കും. പ്രിയമുള്ളവരെ, പാപകരമായ പണസ്നേഹം യൂദാസിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പ്രേരിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ട് അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. നോക്കുക, ദൈവപുത്രനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദായ്ക്ക് സംഭവിച്ചത്. നിഷ്കളങ്കൻ നിർദോഷനായിരുന്ന യേശുവിനെ കാണിച്ചു കൊടുത്തതിന് ശേഷം കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്ത പാപഭാരവുമായി യൂദാസ് ആത്മഹത്യ ചെയ്തു. പ്രിയരെ, പാപവുമായി ചങ്ങാത്തം കൂടരുത്. പാപം ഒരിക്കലും നിങ്ങളുടെ ചങ്ങാത്തമായിരിക്കില്ല. പാപം നിങ്ങളെ നശിപ്പിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു ശത്രുവാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഈ മുന്നറിയിപ്പ് നൽകുന്നു. വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ പരിഹസിക്കാൻ കഴിയില്ല. ഒരുവൻ എന്തു വിതയ്ക്കുന്നുവോ അതുതന്നെ അവൻ കൊയ്യും. സ്വന്തം ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. യൂദാസിൻ്റെ വഞ്ചനയിൽ സാത്താന് വ്യക്തമായ പങ്കുണ്ട്. എന്നാൽ യൂദാസ് തന്നെയായിരുന്നു ആത്യന്തികമായി അവൻ്റെ ഏറ്റവും വലിയ ശത്രു. ശ്രദ്ധിക്കുക, പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. യൂദാസ് ദുഃഖത്താൽ വലിയുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ 2 കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം. മാനസാന്തരം. പത്രോസിൻ്റെ പാപത്തിന് ശേഷം അവൻ അനുദപിച്ചു. താൻ ചെയ്ത പ്രവൃത്തിയിൽ യൂദാസിന് ദുഃഖവും പശ്ചാത്തലവും ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അനുദപിച്ചില്ല. അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നില്ല. പ്രിയമുള്ളവരെ, പാപത്തെ നേരിടാനുള്ള യഥാർത്ഥവും ശരിയായതുമായ മാർഗം അനുദപിക്കുക എന്നതാണ്. 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ക്രിസ്തുവാണ്. യേശു അന്തർക്ക് കാഴ്ച നൽകിയത് യൂദാസിന് അറിയാമായിരുന്നു. യേശു വിഭജിച്ചു നൽകിയ അത്ഭുതകരമായ ഭക്ഷണം 5000-ലധികം ആളുകൾക്ക് വിതരണം ചെയ്യാൻ യൂദാസ് ശിഷ്യന്മാരെ സഹായിച്ചു. യേശു വെള്ളത്തിന്മീതെ നടക്കുന്നതും കാറ്റിനോടും തിരമാലകളോടും തൻ്റെ അധികാരത്തിന് അടങ്ങുവാൻ കൽപ്പിക്കുന്നതും യൂദാസ് കണ്ടു. യേശു ലോകരക്ഷകനാണെന്ന് അവകാശപ്പെട്ടുവെന്ന് യൂദാസിന് അറിയാമായിരുന്നു. പക്ഷേ യേശുവിനെ തൻ്റെ രക്ഷകനായി സ്വീകരിച്ചില്ല. യൂദാസ് പണത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതേ തെറ്റ് ചെയ്യരുത്. ഇന്ന് തന്നെ ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കുക. 30 വെള്ളിക്കാശിനു വേണ്ടി കർത്താവായ യേശുവിനെ ചുംബനത്താൽ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ ആയിത്തീരാതിരിക്കാൻ അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാം. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.